Hello guys, welcome back to another flash vlog. ഇന്ന് ഒരു ബിഗ് സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്ന് ഷാസ് നാട്ടിൽ വരുന്ന ദിവസമാണ്. ഞാനിപ്പോൾ അവനെ എയർപോർട്ടിൽ വിളിക്കാൻ പോകും കുറച്ച് കഴിഞ്ഞ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബിയേർഡ് ഒന്ന് ട്രിം ചെയ്ത് ഗൈസ്. ഇപ്പം എൻ്റെ പുതിയ സ്റ്റൈൽ എങ്ങനെയുണ്ട്? പണ്ട് ഞാൻ ഇങ്ങനെ അടിച്ചുകൊണ്ട് നടന്നത്, പക്ഷെ ഇപ്പം താടി നരച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെയൊന്നും പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. ഇതൊരു പുതിയ തുടക്കമാവട്ടെ, പറയാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ കളറൊക്കെ അടിക്കുമായിരിക്കും കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട്. ഇപ്പം തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ട് ഗൈസ്. അത്യാവശ്യമൊക്കെ പറ്റണ രീതിയിൽ ഞാൻ ചില സംഭവ വികാസങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് താടിയിൽ. അപ്പം അതാണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ കഫിക്കാനേ വന്ന ഒരു സലാഡ് വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ചു. വലിയ വിശപ്പില്ല ഗൈസ്. ഡയറ്റ് തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറ്റ് അല്ല, വിശപ്പില്ലാത്തതുകൊണ്ട് തൽക്കാലം ഒരു സാലഡ് കഴിച്ചിട്ട് നേരെ പിന്നെ എയർപോർട്ടിലോട്ട് പോകാം ഗൈസ്. ഷാസിനെയും പിക്ക് ചെയ്തിട്ട്. പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്നൊന്നും അറിയത്തില്ല. അവൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ കാണും. അപ്പം നമുക്ക് ആദ്യം സാലഡ് കഴിക്കാം ഗൈസ്. എനിക്ക് ഇവിടുത്തെ സീസർ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് സാലഡും കൂടെ ഉണ്ട് അവർക്ക്. അതിലേതെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ എയർപോർട്ടിൽ പോകുന്നു, ഷാസിനെ പിക്ക് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അങ്ങനെ ഗൈസ്, ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലായിടത്തും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നൈസ്. അങ്ങനെ ഗൈസ്, നമ്മുടെ സാലഡ് വന്നിരിക്കുകയാണ്. ഇതാണെന്ന് ലെറ്റ്യൂസ് സിലാൻഡ്രോ സാലഡാണ്. അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. ഇത് ഞാൻ ഷാരു കഴിക്കണം. എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഈ സാധനം മാത്രമേ ഉള്ളൂ ഓർഡർ ചെയ്യാറുള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അത്രമാത്രം ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. സോ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ചിക്കൻ തന്നെ കഴിക്കാം. നല്ല ഡ്രസ്സിങ്. ഇതിന് ഡ്രസ്സിങ് അടിപൊളി കേസ്. സാലഡ് ഡ്രസ്സിങ്. അങ്ങനെ സ്വീറ്റ് കോണും സാധനങ്ങളും എല്ലാം ഉണ്ട്. ക്യാപ്സിക്കോ ഒക്കെ, ബെൽ പെപ്പർ, ടൊമാറ്റോ, ചിക്കൻ, പിന്നെ നിറച്ചും ലെറ്റ്യൂസ്. സാധനം കൊള്ളാം. പിന്നെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. പിന്നെ ഇവരുടെ ഈ സാലഡിൻ്റെ കൂടെ ഈ ഒരു ബ്രെഡ് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടുള്ള. അങ്ങനെ പുറത്ത് സോ ഗുഡ്. ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും കനം കുറഞ്ഞ ബ്രെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൂപ്പർ തിന്നും സൂപ്പർ ക്രിസ്പിയാണ്. അടിപൊളി സാധനം. നീ വിചാരിച്ച് ഞാൻ കണ്ടില്ല എന്നല്ലേ? നമ്മളങ്ങനെ വിടുമോ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നെഗ്രോണി ഉണ്ടാക്കി ഇവിടെ ഇല്ലെന്നൊക്കെ പറയാൻ വന്നതായിരുന്നു. മെനുവിൽ വന്നില്ലല്ലേ? കൊള്ളാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ ഏകദേശമൊക്കെ യൂസു പക്ഷേ ഗ്രേപ്പ് ഫ്രൂട്ട് അല്ലല്ലോ അല്ലേ? യൂസ് കുറച്ചുകൂടെ ലൈറ്റാണ്. ഇപ്പം ഞാൻ എയർപോർട്ടിൽ പോകുന്നത്. അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്നു. ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ഞാൻ ബില്ല് പേ ചെയ്തിട്ടില്ല. ബൈറ്റ്. ഇതാണ് സംഭവം. എന്താ അതിൻ്റെ പേര്? കോൾഡ് ഫോമാ. കോൾഡ് ബ്രൂ വിത്ത് കോൾഡ് ഫോം. സാധനം മൊത്തം പതയാണല്ലോ ഗൈസ്. അതുണ്ട്. ഇനി ഒരു ഇഞ്ച് സ്ഥലമില്ല. നോക്കട്ടെ കുടിച്ചിട്ട് കൊള്ളാവോന്ന് ഞാൻ പറയാം. വെയിറ്റ്. ഇതെങ്ങനെ കുടിക്കണ്ട? കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുടിച്ചാൽ മതിയാ? സ്ട്രോ ഒന്നും വേണ്ടല്ലേ? ഫുൾ പത. ഓ, ഐസ്ക്രീമാ? ഇതൊരു അഫഗാറ്റോര വേറൊരു വേർഷനാണല്ലോ. അതിപ്പോൾ ഈ കോഫിയും ക്രീം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ല മധുരമുണ്ട്, പക്ഷെ കോഫി വരണില്ല. ആകെ ഫസ്റ്റ് ഈ വെറൈറ്റി ടേസ്റ്റ് കൊള്ളാം. എന്താണ് സംഭവം? കോൾഡ് ബ്രൂ ഉണ്ട് അടിയിൽ, പക്ഷെ അതിനൊരു മിൽക്ക് ബേസ് ഉണ്ടല്ലോ. അതാണ് മറ്റേ കോഫി കലങ്ങിയിരിക്കുന്ന ഫോമിൽ. എന്താണ് ഇത്രയും മധുരം? ഫ്രഞ്ച് വാനില ടേസ്റ്റ് ആണോ ആ ഫോമില്ല? ഭയങ്കര മധുരമല്ല, ഒരു ഡെസേർട്ടിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. പക്ഷെ കൊള്ളാം കേട്ടോ. അത് കുടിക്കാതെ ഇത് കുടിക്കായിരുന്നല്ലോ അങ്ങനെയാണെങ്കിൽ. എൻ്റെ ആ പൊന്നോ, ഫിറ്റായി ഗൈസ്. കോഫി കുടിച്ച് വയറ് നിറഞ്ഞു എനിക്ക്. അത് രണ്ടും കൂടെ മിക്സായി കുടിക്കുമ്പം ബാലൻസ്ഡ് ആണ്. മറ്റേത് ആദ്യം അത് കുടിക്കുമ്പം ഫുൾ ഫോമാണ് നമുക്ക് കിട്ടുന്നത്. സാധനം കൊള്ളാം ഗൈസ്, വെറൈറ്റി. ഇത് ഫ്രഞ്ച് വാനില അല്ല, കോൾഡ് ബ്രൂ വിത്ത് കോൾഡ് ഫോം. ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. വൺ ടൈം ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ സംഭവം കൊള്ളാം, വെറൈറ്റി, നൈസ്. അപ്പോൾ ഞാൻ നേരെ എയർപോർട്ടിൽ പോട്ടെ ഗൈസ്. ഫുൾ ഓൺ എനർജിയായി. രണ്ടാമത്തെ കാപ്പിയാണ് ഇപ്പോൾ കുടിച്ചത്. അപ്പോൾ ശരി, ടാറ്റ, ബൈ. ഓക്കെ, ഷാസിനെ വിളിക്കാൻ പോയിട്ട് ഞാൻ പാടത്ത് കൃഷി ചെയ്യാൻ വന്നതല്ല. അവൻ്റെ വിളിയൊന്നും വന്നില്ല. നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇറങ്ങുമ്പോൾ അവൻ വിളിക്കും. അപ്പോഴാണ് ഞാൻ എയർപോർട്ടിൻ്റെ അകത്തോട്ട് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് ഗൈസ്. നെടുമ്പാശ്ശേരിയുടെ പ്രകൃതി ഭംഗി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവനെ വിളിക്കാൻ വരുമ്പോഴൊക്കെ ഇങ്ങനെ വന്ന് ഈ ഒരു
സ്പോട്ടിൽ നിർത്തിയിട്ടിടും. ഇന്ന് കുറേ പശുക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നൈസ്. വായി നോക്കിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ വിളിക്കുമ്പം മാത്രം എയർപോർട്ടിലോട്ട് പോകുന്നു, അവനെ പിക്ക് ചെയ്യുന്നു, നേരെ വീട്ടിലോട്ട് ഓടുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നാൾ ശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് കമ്പനി ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി വ്ളോഗ് കുറച്ച് ഡെയിലി വ്ളോഗ് പോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടാം. അതിൻ്റെ ഇടയിൽ യാസറിൻ്റെ കല്യാണം ഉണ്ട്, പിന്നെ കാർത്തി വരും. ഒബ്വിയസ്ലി യൂഷ്വൽ സ്റ്റഫായിരിക്കും. അതിന് ഇടയ്ക്ക് ഗൈസ് റിപ്പീറ്റ് വ്ളോഗ് വരുന്നതെന്ന് തന്നെ ആരും തെറി വിളിക്കരുത്, ബിക്കോസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ല. അപ്പം ബ്രദറും കാർത്തിയും ഒരുവിധം എല്ലാവരും വ്ളോഗേഴ്സ് ആയത് എൻ്റെ കുറ്റമല്ല ഗൈസ്. ഞാനും ഇതിൻ്റെ ഇടയിൽ ഇത് തുടങ്ങിയതുകൊണ്ട് ഐ കാൺ ഡു എനിത്തിങ്. അതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റ് സാധനങ്ങളൊക്കെ വന്നെന്നിരിക്കും. ഞാൻ മാക്സിമം ഒരു വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് എടുക്കാൻ നോക്കാം വ്ളോഗ്. പക്ഷേ എല്ലാവരും ഒരുമിച്ചായിരിക്കും ഗൈസ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ മാക്സിമം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി രീതിയിൽ പിടിക്കാൻ നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ജാനുവരി അവൻ പോകുന്ന വരെ ഏകദേശമൊക്കെ ഒരേപോലത്തെ വ്ളോഗ്സ് ആയിരിക്കും. സോ ലെറ്റ്സ് സീ ഗൈസ്. എന്തായാലും വ്ളോഗ് ഇടാം മാക്സിമം. ഡെയിലി വ്ളോഗ് ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഗൈസ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടിട്ട് കൊച്ചു കൊച്ചു വ്ളോഗ്സ് ആയിട്ട് ഇട്ട് പോകാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. എത്രത്തോളം വർക്കാവുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ എന്തായാലും അവൻ വിളിക്കട്ടെ, എന്നിട്ട് എയർപോർട്ടിനകത്തോട്ട് പോകാം. ബൈ. ഉള്ള ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. എത്ര ദൂരത്തുള്ള ഫ്ലൈറ്റ് നോക്ക് ഗൈസ്. ഇതാണ് ആപ്പിളിൻ്റെ സൂം ഫീച്ചർ. എയറോപ്ലെയിൻ്റെ അകത്ത് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും പറ്റും. കുറച്ചുകൂടെ സൂം വെച്ചിരുന്നെങ്കിൽ അതും കാണാൻ പറ്റുമായിരുന്നു ഗൈസ്. പോസ്റ്റ് ഓഫ് ദ മിലേനിയം. അവൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. മണി 6:45. 5:30 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് 1 മണിക്കൂറായി ഗൈസ്. 1 മണിക്കൂർ കഴിഞ്ഞ്. പിന്നെ അവൻ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സമയം പോകണ്ടേ. എനിക്ക് തോന്നുന്നു അവനെ ഇനി പെട്ടി കിട്ടിയിട്ട് വിളിക്കുമ്പോഴേ ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ എയർപോർട്ടിൻ്റെ വെളിയിലാണ് നിൽക്കുന്നത്, അകത്തോട്ട് കയറാറില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ഇപ്പം പ്രകൃതി ഭംഗിയും ട്രാഫിക്കും എല്ലാം ആസ്വദിക്കുകയാണ്. പോസ്റ്റ്. അപ്പോൾ എന്തായാലും അവൻ വിളിക്കട്ടെ ഗൈസ്, അങ്ങോട്ട് പോകാൻ. എന്നിട്ട് ബൈ. നീ ഞാൻ വിളിക്കാം. നല്ല രസമുണ്ട് അമ്മേ, അടിപൊളി. ഓ നല്ല വെൽക്കം ആയിരുന്നു എന്താണെങ്കിലും ഗൈസ്. നമ്മളിപ്പോഴാണ് വീട്ടിൽ എത്തിയത്. ഒരു ഡ്യൂട്ടി കഥയെ കൊണ്ട് ഗൈസ്, അത് അവൻ്റെ വീഡിയോയിൽ വരും. റീയൂണൈറ്റിംഗ് അങ്ങനെ ഗൈസ്. ഷസാം ഈസ് ഹിയർ. എനിക്ക് പുതിയ മൈക്ക് കിട്ടി ഗൈസ്. ഫ്ലാഷ് വ്ലോഗ്സിലോട്ട് ഷാസ് വന്നു ഗൈസ്. എന്റെ പുതിയ മറ്റേ ചീത്തയായ മൈക്കിന് വരാം. നമുക്ക് കളഞ്ഞല്ലടാ, എന്റെ പോക്കറ്റിലാണ്. യാസറിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പാന്റിന്റെ പോക്കറ്റ് ഇട്ടിരുന്നു. അങ്ങനെ അത് വാഷിംഗ് മെഷീനിൽ പോയി എന്റെ ഒരു മൈക്ക് ഗൈസ്. പുതിയ കീ ചെയിൻ, അയൺമാൻ ഫാൻ. ഇതൊക്കെ പിന്നെ ക്യൂട്ട് പൂക്കി സാധനങ്ങളാണ് ഗൈസ്. എനിക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഇതൊക്കെ എൻ്റെ കീ ചെയിൻ സംഭവങ്ങളാണ്. പിന്നെ എനിക്ക് കുറേ പെർഫ്യൂം കിട്ടിയിട്ടുണ്ട്, പുതിയ ഐറ്റംസ്. ഇതൊക്കെ ഏതോ സാധനങ്ങളാണ് ഗൈസ്, ഒരു പിടിയില്ല. ആൻഡ് അടുത്ത റിവ്യൂവിൻ്റെ സാധനം ഗൈസ്, ഓപ്പോ. ഞാൻ ഇതുവരെയായിട്ട് യൂസ് ചെയ്യാത്തൊരു ബ്രാൻഡാണ് ഓപ്പോ. അവൻ പറയണത് ഭയങ്കര കിടിലം ഫോണാണെന്നാണ് പറയുന്നത്. ഫോണിൻ്റെ കേസ് വന്നപ്പോൾ ഗൈസ്, ഇവിടെ വന്നപ്പോഴേക്കും കുറേ ഡ്യൂട്ടി അങ്ങ് അടിച്ചു കൊടുത്തു. റിവ്യൂ യൂണിറ്റിനും കൈ പൊട്ടിയ മറ്റേ എന്തോന്ന് പൊട്ടിച്ച പെട്ടി യൂസ് ചെയ്തോണ്ടിരുന്ന ഫോണിനും ഒക്കെ. കാരണം ഗൈസ്, ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് ഒരു ഫോണിന്റെ മുകളിൽ എന്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടിക്കും. അവിടുന്ന് നിങ്ങൾ ഐഫോൺ മറ്റേ ലാഭത്തിന് മേടിക്കാന്ന് പറഞ്ഞിട്ട് അതും നിങ്ങൾ കയ്യിൽ അവരെ കാണിക്കാതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊള്ളാം. പൊട്ടിച്ച് തന്നെ നിങ്ങളുടെ പോക്കറ്റ് ഇട്ടുണ്ടെന്ന്. അല്ലാത്ത പക്ഷം പൊക്കും മോനെ. പൊക്കി കഴിഞ്ഞാൽ ഐഫോൺ ആണ് നോക്കണം. 17 Pro Max Pro എല്ലാം പൊക്കിയിട്ട് 1 ലക്ഷത്തിന് മുകളിലുള്ളതിനൊക്കെ 30% അടിച്ച് തരുന്നുണ്ട്. അവിടെ എല്ലാം അതിന്റെ ബാഗും നോക്കണുണ്ട്. വൻ സീന്. പണ്ടൊന്നും ഇതില്ലായിരുന്നു. വൻ ഷോകോ പറയാതിരിക്കാൻ വയ്യ. ശരിയാണ് ഗൈസ്, നമ്മളെ എക്കണോമി കുറച്ച് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചിട്ട് വേണം സാധനങ്ങൾ കൊണ്ടുവരാൻ. അവൻ്റെ എന്തായാലും കുറേ പൈസ പോയി. ഇപ്പോൾ റിവ്യൂ യൂണിറ്റ് ആയാലും യൂസ് ചെയ്ത ഫോണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെട്ടിയൊന്നും ഇല്ലെങ്കിലും പെട്ടി പൊട്ടിച്ചാലും നിങ്ങൾ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിക്കുക. വെളിയിലൊക്കെ പോയിട്ട് ഫോൺ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫോണിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡ്യൂട്ടി അടിക്കും. കയ്യിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീനില്ല. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ. ഗൈസ്, അക്വാ ഡി നോയർ ഗബ്രിയൽ ഡെൻവർ എന്നാണ് ഈ സ്പ്രേയുടെ പേര്. പക്ഷെ എൻ്റെ പൊന്നു, ഓ ഇത് മറ്റേ അറബി മണം ഗൈസ്. ഓ ഇത് അറബി മണം, സ്ട്രോങ് മണം. കുറച്ച് ഗൈസ്. അടുത്തത് കൻസ്. ഇതൊന്ന് ഇതിൻ്റെ പേര് ട്രഷർ.
പെൻസ് എന്ന് പറഞ്ഞത് ഞാൻ മറ്റേ സുബിനോളജി പറഞ്ഞായിരുന്നു. പക്ഷെ പാക്കിംഗ് ഒക്കെ കൊള്ളാം കേട്ടോ, വൻ പാക്കിങ്. എന്താ ആ കുപ്പി ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോയിൽ. ഫ്രഷ് കൊള്ളാം, ഇത് ഭയങ്കര സ്മൂത്ത് സ്മെൽ കൊള്ളാം ഗൈസ്. അമ്മ മറ്റേ പെർഫ്യൂം പ്രാന്താണ് ഗൈസ്. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 2 സ്പ്രേ ഞാൻ മിക്സ് ചെയ്ത് അടിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ പുതിയ കളക്ഷനിലോട്ട് ഇതിപ്പോൾ എന്തായാലും ഒരു അറബി സ്റ്റൈൽ മണമായിരിക്കും ഗൈസ്. എന്തായാലും ഒരു വെറൈറ്റിക്ക് ഞാൻ വിചാരിച്ച് അറബി പെർഫ്യൂം നോക്കാം. അപ്പം അങ്ങനെയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വാങ്ങിച്ചുകൊണ്ട് വരാനുണ്ട് ഈ സാധനം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി ഫുഡും കൂടെ അടിക്കട്ടെ ഗൈസ്. എൻ്റെ പുതിയ മൈക്ക് അൺബോക്സിങ് വലിച്ചു കീറാം. ഹോളി ലാൻഡ് ഇതാണ് പുതിയ മൈക്ക് സ്മാൾ അല്ലേ. മൈക്കിന്റെ മണ്ട ക്ലിപ്പുണ്ടോ? ഇത് ക്ലിപ്പാണോ? അല്ലല്ല, ക്ലിപ്പല്ലേ, ഇത് മാഗ്നറ്റ് തന്നെ. ഇതും ഇങ്ങനെ ഫോൺ ടൈപ്പ് സി. ഇതും സെയിം തന്നെ നമ്മളാ ഇപ്പോഴത്തെ യൂസ് ചെയ്യണം. എന്നാൽ ഞാൻ ട്രൈ ചെയ്തോ. ഐ വിൽ ട്രൈ ഗൈസ്. ഇത് സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കട്ടെ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വെരി നൈസ്. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗ് ഇതിൽ ചെയ്യാം ഗൈസ്. 2 ബാക്കി ഇപ്പം ഗസ്റ്റുകൾക്ക് സംസാരിക്കാൻ മൈക്കില്ലാത്തതുകൊണ്ട് വൻ പ്രശ്നമായിരുന്നു. അപ്പോൾ നമുക്ക് മൈക്ക് വീണ്ടും സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ബാക്കിയുള്ളവരുടെ സൗണ്ടും നല്ല ക്വാളിറ്റിയിൽ കേൾക്കാം. അപ്പം ഫുഡ് അടിച്ചിട്ട് വരാം ഗൈസ്. ഞാൻ വന്ന മറ്റേ എന്തോന്ന് പിടിയും കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. അപ്പോൾ ഇതാണ് ഇനി ഓപ്പോ ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഗൈസ്. ഇതിൽ ഞാൻ അങ്ങനെ ഫോട്ടോ എടുത്ത് ഇതിലാണോ മറ്റേ റീക്കോ? അല്ല, റീക്കോ. ഓ അതാണല്ലേ ഇത്. ഓക്കെ ഗൈസ്, നമ്മൾ ഹാസൽ ബ്ലാഡിന്റെ കുറച്ചുകൂടെ മനസ്സിലായി. ടോൺ ഇതിലും ടോണ് കുറച്ചൊരു വിന്യറ്റ് നോക്കിയേ സൈഡിലൊക്കെ. അപ്പുറത്ത് ഫുൾ എഡ്ജിൽ വിന്യറ്റ് ഗൈസ്. എഡ്ജിലൊക്കെ വിന്യറ്റ് ഒക്കെ വെച്ച് ആണെങ്കിൽ എക്സ്പാൻഡ് മോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പാനോരമിക് മോഡിന്റെ വേറൊരു പേരാണ്. നമുക്കതൊക്കെ വെച്ച് നമുക്കൊന്ന് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്ത് നോക്കാം. വേഗം വന്ന സ്ഥിതിക്ക് എന്തായാലും പുറത്തിറങ്ങി നമ്മൾ ഈ ഫോട്ടോ ഒക്കെ കുറച്ചെടുത്ത് സാമ്പിൾസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ് ഫുഡ് നോക്കട്ടെ എന്താണെന്ന്. എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ബൈ. സ്പ്രിങ് അടിച്ചേ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ തന്നെ അടി. ബെസ്റ്റ്. ഒരു വിരലൊക്കെ വെച്ച് പുതിയ സെറ്റപ്പ് ഇവിടെ നിന്നെ കാട്ടി എക്സ്പേർട്ട്. ഒറ്റ വിരലൊക്കെ അടിച്ച് തറപ്പിച്ച് ലെൻസ്കാർട്ടിന്റെ പരസ്യം ഗൈസ്. ഇതാണ് ടൊർണാഡോ. എന്തോന്നു ടൊർണാഡോ? എടാ വാച്ചിന്റെ പേരെന്തോ? ടൊർണാഡോ. ഓ വാവ്, ഈ സാധനം എനിക്ക് കിട്ടി ഗൈസ്. ഓ ഷിറ്റ്. അപ്പൊ അത് കട്ട്. അത് കട്ടാണ്. എന്താണ് കട്ട് ചെയ്തത് നിങ്ങൾ ആരും അറിയൂല. ഇടയ്ക്ക് ഒരു കട്ട് വന്നിട്ടുണ്ട് ഗൈസ്. മറ്റേ പാത്താക് ഫിലിപ്പാണ്. അല്ല, റിച്ചാർഡ് മില്ലിന്റെ ലുക്ക് കൊണ്ട് കേട്ടോ. എഫിൻ ബ്രോ, ഇത് എത്ര രൂപ? അപ്പൊ ഗൈസ് അങ്ങനെ എല്ലാം നമ്മൾ കത്തിയൊക്കെ വെച്ച് 12 മണിയായി. അതുകൊണ്ട് തീർന്നിരിക്കുകയാണ്. എല്ലാരും ബൈ പറയൂ ഗൈസ്. ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ് ഗൈസ്, ബൈ.